പ്രജിതേ, നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു മസ്ക്, എലോൺ മസ്ക് പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. ട്രംപിന്റെ കൂട്ടുകാരൻ ഒരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. ഇനി മസ്ക് എങ്ങാനെങ്കിൽ പ്രസിഡന്റ് ആവും, അങ്ങനെ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഞാൻ വഴിയെ പറയാം. അത് ഞാൻ വഴിയെ പറയാം. അതെ, അതില്ലേ, ഇതിപ്പോ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വെല്ലുവിളികളൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഉണ്ട്. അപ്പൊ നോക്കുമ്പോ ഈ പണമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യമേ പറഞ്ഞു, പണമൊക്കെ മൂപ്പരുടെ കയ്യിൽ ഉണ്ട്, വേദനിക്കുന്ന കോടീശ്വരനൊക്കെ തന്നെയാണ്. പക്ഷെ അതുപയോഗിച്ചിട്ട് ഈ മസ്കിന് വിജയിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ് ഉത്തരം. അത് ഈ പറയുന്ന പോലെ അതിനും പറ്റൂല, അത്ര അങ്ങോട്ട് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ റിപ്പബ്ലിക്കൻ പ്രചാരണങ്ങൾക്കൊക്കെ വേണ്ടിയാ ഈ പറയുന്ന മസ്ക് കൊടുത്തത് എത്രയാണെന്നറിയോ? 29.1 കോടി ഡോളറിലധികമാണ്. അതെ, $1 കോടി ഡോളറിലധികമാണ് ഈ പറയുന്ന ട്രംപിന് ഇപ്പൊ അടിച്ച് ചവിട്ടി പുറത്താക്കിയ ട്രംപിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത്. അപ്പൊ നിരീക്ഷണ സംഘടനയായിട്ടുള്ള ഓപ്പൺ സീക്രട്സ് ഉണ്ട്. അതിന്റെ അഭിപ്രായത്തിൽ 2024 പ്രസിഡന്റൽ കോൺഗ്രസിലെ തിരഞ്ഞെടുപ്പുകളിൽ ഏകദേശം 1600 കോടി ഡോളർ ഈ പറയുന്ന മസ്ക് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ പണം പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഭാവി തിരഞ്ഞെടുപ്പുകളിലും മസ്ക് വേണമെങ്കിൽ ഇറക്കും. പക്ഷെ മസ്കിനെ കാണേണ്ട രീതിയിൽ കാണണം. അതിപ്പോ ട്രംപ് അല്ല, മറ്റേ ഡെമോക്രാറ്റിക് ആണെങ്കിലും ഫണ്ട് ഇറക്കണം എന്ന് വിചാരിച്ച ഇവരൊക്കെ ഡീപ് സ്റ്റേറ്റ് അല്ലേ കേട്ടാ, ഇവരൊക്കെയാണല്ലോ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ ട്രംപിന്റെ കയ്യിൽ സ്വന്തം പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇറക്കുന്നതും ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമാണല്ലോ ഈ ഡീപ് സ്റ്റേറ്റ്. അപ്പൊ അവർ പണം ഇറക്കും, പക്ഷെ അവർക്ക് കൂടി അതിനെ കൊണ്ട് ഗുണം ഉണ്ടാവണം. വെറുതെ അങ്ങോട്ട് പൈസ ഇറക്കി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ആ ഗുണമല്ലേ ട്രംപ് കൊടുത്തത്, ഈ ഇരിക്കുന്നിടത്തേക്ക് കയറി വരാനും. അതെ, അവസാനം ചിലപ്പോൾ വേറൊരു കാര്യം പുറത്താക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവസരം മിസ്യൂസ് ചെയ്തെന്ന് എങ്ങനെ അറിയാം? മിസ്യൂസ് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവ് ഇരിക്കാൻ പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല. ട്രംപ് പറഞ്ഞു ചെലവ് ഇരിക്കണം. അപ്പം മസ്ക് പറഞ്ഞു നടക്കൂല, എനിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ, ഞാൻ വേദനിക്കുന്ന കോടീശ്വരനാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇവർ തമ്മിൽ തെറ്റുന്നത്. ആ തെറ്റലിന്റെ അവസാനമാണ് ഈ പാർട്ടി വരെ എത്തി നിൽക്കുന്നത്. അപ്പൊ ഈ പണം മാത്രം വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ പണം വാരി എറിഞ്ഞ് നമ്മുടെ ഇവിടെ ആയാലും ആൾക്കൂട്ടം ഉണ്ടാകും. നമ്മൾ കൊട്ടിക്കലാശത്തിന് ആൾക്കൂട്ടമൊക്കെ കാണുന്നത് പോലെ ആൾക്കൂട്ടം ഉണ്ടാകും. പക്ഷെ ഇതിങ്ങോട്ട് വോട്ടായിട്ട് ബാലറ്റ് ഇങ്ങനെ വീഴണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിന് പണി വേറെ തന്നെ എടുക്കണം. നമുക്ക് വേണമെങ്കിൽ പറയാനുള്ള ഒരു കാരണമുണ്ട്. നിലമ്പൂർ ഇലക്ഷൻ നടന്നപ്പോഴത്തേക്ക് നമ്മുടെ യൂസഫ് പത്താൻ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ ഇർഫാൻ പത്താന്റെ ചേട്ടൻ വന്നല്ലോ, അവിടെ എന്തൊരാളായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ആൾക്കൂട്ടം ഉണ്ടാക്കാൻ എങ്ങനെയും പറ്റും. ഇല്ലേ, നടുറോഡിൽ കിടന്ന് അടി കൂടിയാലും ആൾക്കൂട്ടം അത് കണ്ട് നോക്കിയേക്കും. അപ്പൊ ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ ഈ നടുറോട്ടിലുള്ള അടിയായിട്ടേ കണക്കൂട്ടാൻ പറ്റുള്ളൂ ഈ അംഗമൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ പൈസ ഇറക്കുന്നു, ആൾക്കൂട്ടം ഉണ്ടാകുന്നു. പക്ഷെ അത് ഈ പറയുന്ന പോലെ വോട്ടായിട്ട് വീടില്ല, ഇല്ല, അത് വീഴില്ല. അപ്പൊ ഈ മസ്കും ഡൊണാൾഡ് ട്രംപൊക്കെ ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ടുള്ള സഖ്യകക്ഷികളായിരുന്നല്ലോ. അപ്പൊ ട്രംപിനെ തിരഞ്ഞെടുക്കാൻ സഹായിച്ചത് ഈ പറഞ്ഞ മസ്ക് തന്നെ. ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ആയിട്ടും എന്നാലും ട്രംപ് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ബില്ലിനെ സ്വയം പറയുന്നതൊക്കെ തന്നെ ബ്യൂട്ടിഫുൾ ബിൽ എന്നാണ്. നമ്മളപ്പോ പറയും ബ്യൂട്ടിഫുൾ പീപ്പിൾ. വിമൽ കുമാർ എന്ന് പറയുന്നത് പോലെ ബ്യൂട്ടിഫുൾ ബിൽ. അതെ, അറക്കുന്ന എന്താ പറയാ, കഴുത്തറപ്പൻ നികുതിയാണ് ഈടാക്കുന്നത്. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ പീപ്പിൾ ആയതുകൊണ്ട് ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. പക്ഷെ സ്വന്തം രാഷ്ട്രത്തെ ഭയങ്കരമായിട്ട് അല്ലേ, സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി മാത്രമല്ല ഈ പറയുന്ന നെകളിപ്പ് കാണിക്കുന്ന ഏതാണ്ട് 30 കോടിയിലധികം ഡോളറിലധികം കണ്ട് കടം ഉണ്ടെന്നാണ് പറയുന്നത് അമേരിക്കയ്ക്ക്. അമേരിക്ക ലോക പോലീസായിട്ടൊക്കെ നിൽക്കുമ്പോഴും ഇത്രയും കടം ഈ പറയുന്ന അമേരിക്കയ്ക്കുണ്ട്. അപ്പൊ ഈ അമേരിക്കയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരേണ്ടത് പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ വിറളി കൊണ്ട് നടന്ന് അതും രാവും പകലും ഇല്ലാണ്ടൊക്കെ വിളിച്ചു പറയുന്നത്. നമുക്ക് തോന്നും പുള്ളിക്ക് കിളി പോയതാണെന്ന്, പക്ഷെ കിളി പോയതല്ലേന്ന് വെച്ചാൽ കിളി പോയതാണ്. കാരണം ഇതൊക്കെ തിരിച്ചു പിടിക്കണ്ടേ, ഇതൊക്കെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരണേ. വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ ഇറക്കിയിട്ട് വന്നതല്ലേ. അപ്പൊ ഏതെങ്കിലും ഒന്നൊക്കെ ചെയ്ത് കാണിക്കണ്ടേ. മൂപ്പർക്കപ്പോ
ലെവല് തെറ്റിപ്പോയി. അങ്ങനെ ഒരു ലെവല് തെറ്റല്ലാണ് ഈ സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മളത് ചേട്ടാ, ഇത് പറയുമ്പോ ഈസി ആണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. അതെ, അതായത് അമേരിക്ക പോലെ ഒരു രാജ്യത്തിന് ഇത്രയും കടക്കണി എന്ന് പറയുമ്പോ അവർക്കത് തിരിച്ചു വരേണ്ടത് അവരുടെ ആവശ്യമാണ്. നമ്മളൊന്ന് അതെ, അത് അയാളുടെ സ്വന്തം ബിസിനസ്, ഇത് ഒരു രാജ്യത്തിന്റെയാണ് സ്വന്തം ബിസിനസ് ഇത് അപ്പൊ ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൽ അവനവൻ നഷ്ടം സഹിച്ചാൽ മതി. പക്ഷെ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ നാട്ടുകാർ കല്ലെറിയും. തീർച്ചയായിട്ടും. അപ്പൊ കല്ലെറിയണേനൊന്നും അവിടെ ഇപ്പൊ കല്ലില്ല എന്ന് പറയാനാണോ, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന കമ്പും പോലും വലിച്ചെറിയും, അത്രേ പറയാൻ പറ്റും. ട്രംപിന്റെ ഭരണപരിഷ്കാരം ആദ്യം അദ്ദേഹം ചെയ്യുന്നതായിരുന്നു. മെക്സിക്കോയിൽ നിന്ന് വന്നവരെയൊക്കെ പറഞ്ഞയച്ചു. അല്ല, അത് നന്നായെന്നേ ഞാനും പറയുള്ളൂ. ഈ അയച്ചതിൽ ഭൂരിഭാഗവും അനധികൃതമായി കുടിയേറി ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന കുൽസിത പ്രവർത്തികൾ നടത്തുന്നവരൊക്കെ തന്നെ. ജീവിക്കാൻ പോയവരുണ്ട്. അങ്ങനെ ജീവിക്കാൻ പോയതിൽ കയറ്റിവിടാത്തവരെയാണ് 200ഓളം പേരെ ഇറാനിയൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തത് കുൽസിത പ്രവർത്തനങ്ങൾ. അപ്പൊ അതും കൂടെ നമ്മൾ വെക്കണം. അപ്പൊ എന്തായാലും ഈ മസ്ക് പ്രസിഡന്റ് ആവുമെന്ന് ചോദിക്കുമ്പോ ട്രംപിന് ഇത്രയൊക്കെ സഹായം ചെയ്തു കൊടുത്ത മസ്ക് ആണ്. ആ മസ്കിന് പ്രസിഡന്റ് ആവാൻ പറ്റില്ല. അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചാൽ മസ്കിന്റെ പാർട്ടി വ്യക്തിപരമായിട്ട് എന്താ പറയാ വൈറ്റ് ഹൗസിന് ഒരു മത്സരത്തിന് തുടക്കമാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അത് അമേരിക്കൻ നിയമപ്രകാരം മസ്കിന് ആ ഒരു സാധ്യത ഇല്ല. അപ്പോ എന്നാൽ ഒരു വസ്തുത എന്ന് പറയുന്നത് US ഭരണഘടന അനുസരിച്ച് ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസ്കിന് ഈ പ്രസിഡന്റ് ആകാൻ കഴിയില്ലല്ലോ. US ഭരണഘടന വളരെ വ്യക്തമാണ്. അതായത് 2-ാം അധ്യായം 1-ാം വിഭാഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജന്മനാ പൗരനല്ലാത്ത ഒരാളും US പ്രസിഡന്റ് ആ സ്ഥാനത്തിന് അർഹനല്ല. അതായത് ദക്ഷിണാഫ്രിക്കൻ പൗരനാണ് മസ്ക്, അതിൽ തന്നെ വെട്ടപ്പെടുകയാണ്. അപ്പോ വേണമെങ്കിൽ മസ്കിന് ഈ പുതിയ പാർട്ടി ഉണ്ടാക്കി അവിടെ തന്നെ ഒരാളെ വെച്ച് മത്സരിപ്പിക്കാനുള്ള സാധ്യതയുള്ളൂ, മാറി നിൽക്കാനേ പറ്റുകയുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഇത് അർത്ഥമാക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ വളരെ സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജനിക്കുമ്പോ അവിടുത്തെ കുട്ടിയായിട്ട് ജനിക്കണം, അവിടെ ജനിച്ചു വളരണം, അതാണ് പറയുന്നത്. അല്ലാണ്ട് ഇവിടെ കിടന്ന ദീംതരികൃതം എന്ന് പറഞ്ഞിട്ട് മസ്ക് കാണിച്ചിട്ടുണ്ടെങ്കിലും നടക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ സാധ്യമാകൂ എന്നുള്ളൊരു ചോദ്യത്തിലൂടെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. ഈ തിളപ്പ് മുഴുവൻ കാണിച്ചിട്ട് അവസാനം ഉള്ള പൈസ ഇതിനകത്ത് പോവോ? ഈ പാർട്ടി ഉണ്ടാക്കുന്നതിനും പണം വേണ്ടേ? അപ്പൊ ആ പണവും പോവും. ഇവിടെ $1600 കോടി പ്ലസ് $29 കോടി ഒക്കെയാണ് ചെലവഴിച്ചത് ഈ ട്രംപിന് വേണ്ടി. അപ്പൊ അതോ വെള്ളത്തിൽ പോയി, അത് വെള്ളത്തിലായി. ഇനി ഈ പുതിയ പാർട്ടിയായിട്ടൊക്കെ വരുമ്പോ എൻ്റെ ഒരു കുഞ്ഞു ചിന്തയിൽ പോകുന്ന കാര്യമാണ് കേട്ടോ. അതിനും പാർട്ടിയിലേക്ക് ഫണ്ട് ഇറക്കണ്ടേ? ആ ഫണ്ട് ഇറക്കുമ്പോ അതും കൂടെ കയ്യിലുള്ളതും കൂടെ പോയാലും അത് ഒരു കാര്യം. അപ്പൊ എന്തായാലും സ്വന്തം കുഞ്ഞല്ലാത്തതുകൊണ്ട്, അതായത് അമേരിക്കൻ കുഞ്ഞല്ലാത്തത് കൊണ്ട് മസ്കിന് ഈ തരത്തിൽ പ്രസിഡന്റ് ആവാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ 1971 ദക്ഷിണാഫ്രിക്കയിലെ പ്രിറ്റോറിയയിലാണ് ഇലോൺ മസ്കിന്റെ ജനനം. പിന്നീട് അദ്ദേഹം അമേരിക്കൻ പൗരനായതാണ്. അതായത് ജന്മന പൗരനല്ല, കുടിയേറിപ്പാർത്ത് പൗരനായതാണ് എന്നുള്ളതാണ്. അതായത് പോറ്റമ്മയാണ് അമേരിക്ക, പെറ്റമ്മ ദക്ഷിണാഫ്രിക്കയാണ് എന്നർത്ഥം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്നത്തേക്ക് അർഹതയില്ലാതാക്കുന്നതൊക്കെ ഇത്തരം കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനിയിപ്പോ എത്ര ജനപ്രിയനായാലും എത്ര ധനികനായാലും ഇതൊന്നും നടക്കില്ല എന്നുള്ളത് മസ്ക് തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. പിന്നെ എന്തിനാണ് ഈ കുന്തളിപ്പ് കാണിച്ച് പോകുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടായിരിക്കാം എന്നുകൂടി നമുക്ക് പറയാം. ഇടിച്ചു നിൽക്കാൻ വേണ്ടിയായിട്ടായിരിക്കാം. ചിലപ്പോ പാർട്ടിയൊക്കെ ഉണ്ടാക്കി മറ്റൊരാളെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്.